നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ആയൂരിൽ വീട് കേന്ദ്രീകരിച്ച് ചാരായം വാറ്റ് നടത്തിവന്ന രണ്ടുപേരെ വാറ്റുചാരായവും കോടയുമായി ചടയമംഗലം പോലീസ് പിടികൂടി. ആയൂർ തേവന്നൂർ സലൻ മന്ദിരത്തിൽ 46 വയസ്സുള്ള സനൽകുമാർ, ഇളമാട് വിനോദ് മന്ദിരത്തിൽ 39 വയസ്സുള്ള വിനോദ് കുമാർ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത്. സനൽകുമാറിന്റെ സീതംകുന്നംപുറത്തുള്ള വീട് കേന്ദ്രീകരിച്ച് സുഹൃത്തായ വിനോദ് കുമാറും ചേർന്നാണ് ചാരായം വാറ്റ് നടത്തിവന്നത്. ചടയമംഗലം പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ചടയമംഗലം CI സുനീഷിന്റെ നിർദ്ദേശപ്രകാരം ചടയമംഗലം SI മോനിഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സനൽകുമാറിന്റെ വീട് റെയ്ഡ് ചെയ്തു. തുടർന്നാണ് വാറ്റുചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെത്തുന്നത്. ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇളമാട് തേവന്നൂരിൽ ഒരു വീട്ടിൽ വാറ്റുചാരായം സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ ഞാനും പോലീസ് പാർട്ടിയും രാവിലെ തന്നെ സനൽ എന്ന് പറയുന്ന ഒരു ആളുടെ വീട്ടിലാണിത് സൂക്ഷിക്കുന്ന വിവരമാണ് കിട്ടിയത്. അപ്പോൾ അവിടെ ചെല്ലുകയും നമ്മൾ അവിടെ നിന്ന് വീട് സെർച്ച് ചെയ്തതിൽ അടുക്കളയുടെ ഭാഗത്തുനിന്ന് ഈ പറയുന്ന കോടയും അതുപോലെ ഏകദേശം ഒരു 3 ലിറ്ററോളം ചാരായവും അവിടെ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. തുടർന്ന് നമുക്ക് ഇതിൻ്റെ ഉപകരണങ്ങൾ, ഒരു കലം, അതുപോലെ ഇതിൻ്റെ ഹോള് ഇട്ട ഒരു മൺചട്ടി, ട്യൂബ്, അതുപോലെ ഗ്യാസ് സ്റ്റൗവ്, ഗ്യാസ്, ഇതെല്ലാം നമ്മൾ ബന്ദോബസ്തിലെടുത്തിട്ടുണ്ട്. 2 പ്രതികളുണ്ടായിരുന്നു. അത് ഒന്ന് ഈ വീടിൻ്റെ ഓണറാണ്, അവൻ്റെ പേര് സനൽകുമാർ, അവൻ്റെ സുഹൃത്ത് വിനോദ്. ഈ 2 പേരെയാണ് പ്രതികളായിട്ടുള്ളത്. അവർ 2 പേരെയും നമ്മൾ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്നു. സനൽകുമാറിനെയും വിനോദിനെയും വീട്ടിൽ നിന്ന് തന്നെ പിടികൂടുകയും 3 ലിറ്ററോളം വാറ്റുചാരായവും 100 ലിറ്ററോളം കോടയും പിടികൂടുകയും ചെയ്തു. തൊട്ടടുത്ത് നടക്കുന്ന ഉത്സവത്തിന് വിറ്റഴിക്കാൻ വേണ്ടിയാണ് ഇരുവരും ചേർന്ന് വാറ്റുചാരായം നിർമ്മാണം ആരംഭിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. സനൽകുമാർ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിച്ചു വന്നത്. ഉത്സവ ആവശ്യത്തിനു വേണ്ടിയാണ് ചാരായം വാറ്റിയതെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. ചടയമംഗലം CI സുനീഷ്, SI മോനിഷ്, പ്രൊബേഷൻ SI അഞ്ജിത, SI ഉണ്ണികൃഷ്ണൻ, CPO വേണു, ഡ്രൈവർ CPO കൃഷ്ണചന്ദ്രൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു.